നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. പാർട്ടിക്ക് കിട്ടിയ സംഭാവനയുടെ വിവരങ്ങൾ കൈമാറുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിശദമായ വിവരങ്ങൾ അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് കൈമാറിയത്, ആരുടെ പണം ആർക്കൊക്കെ ഏതൊക്കെ പാർട്ടിക്ക് കിട്ടിയെന്ന് വ്യക്തമായതാണ്. അതിൽ തന്നെ അന്വേഷണം നേരിടുന്ന പലരും, പ്രത്യേകിച്ച് മദ്യത അഴിമതി കേസുമായി ബന്ധപ്പെട്ട മാപ്പുസാക്ഷിയുടെ ഉൾപ്പെടെ പണം, അല്ലെങ്കിൽ അയാളുടെ കമ്പനിയുടെ ഉൾപ്പെടെ പണം BJPക്ക് ലഭിച്ചെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഗൂഗിൾ ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിനും കോടികൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്തായാലും BJPയെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരു സമഗ്ര അന്വേഷണം ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് ഈ അന്വേഷണം നടത്തുമ്പോൾ കോൺഗ്രസിന് ലഭിച്ച സംഭാവന വിവരങ്ങളെല്ലാം തന്നെ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ന് വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജയറാം രമേശ് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടേതാണ് ഈ അഴിമതി, വൻ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയിരിക്കുന്നത്. പല കമ്പനികളെയും ഭീഷണിപ്പെടുത്തിയാണ് BJP ഇത്തരത്തിൽ പണം വാങ്ങിയതെന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കോടികൾ ലഭിച്ചതിൽ പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ നടത്തിയ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുണ്ടായ കമ്പനികൾ കോടികൾ ഇങ്ങനെ BJPക്ക് കൈമാറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ BJPക്കെതിരെ ഒരു വലിയ അഴിമതി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു സമഗ്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ, പ്രതിപക്ഷ സഖ്യത്തിൽ ഉൾപ്പെട്ട മറ്റ് പാർട്ടികൾ, TMC ആയാലും DMK ആയാലും ഇത്തരത്തിൽ വലിയ തോതിൽ പണം ലഭിച്ചവരാണ് കോൺഗ്രസിന് പുറമെ. ഈ കക്ഷികളുടെ കൂടി ഒരു പിന്തുണ ഈ കോൺഗ്രസിന്റെ ഈ മുന്നോട്ടുള്ള പ്രചാരണത്തിന് ഉണ്ടാകുമോ? തീർച്ചയായും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രചാരണത്തിന് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ അടക്കം പിന്തുണയോട് തന്നെയാണ് മുന്നോട്ട് പോവുക. കാരണം ഇലക്ട്രൽ ബോണ്ട് മറ്റ് പാർട്ടികളടക്കം പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും BJPയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിലൊരു കോടികൾ, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കോടികൾ അധികം BJPക്ക് ലഭിച്ചൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പലപ്പോഴും കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കോടികൾ കൈപ്പറ്റിയെന്നൊരു ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തിയാണ് ഈ വലിയ അഴിമതി നടത്തിയെന്നൊരു ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു സമഗ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ജയറാം രമേശിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. चंदादाताओं को सम्मान और अन्नदाताओं का अपमान, यही मोदी सरकार की नीति रही है. ये घोटाला, इस पर जांच होनी चाहिए, सुप्रीम कोर्ट मॉनिटर्ड इंक्वायरी होनी चाहिए और सभी पार्टियां इस जांच से अपना सहयोग देगी. हमारी पार्टी भी पूरी सहयोग देगी. മദ്യത അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി BJP. ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ല. കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് അഴിമതിക്കുള്ള പിന്തുണയാണെന്ന് BJP ആരോപിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, പലതവണ നോട്ടീസ് കിട്ടിയെങ്കിലും ഹാജരാകാതിരുന്ന അരവിന്ദ് കെജ്രിവാളും AAPയും അവർ കൃത്യമായി നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടാവുന്ന ഒരു തീരുമാനം അവർക്ക് പാർട്ടിക്കുള്ളിൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം, അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ BJP ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുള്ള സൂചനയാണല്ലോ ഇന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങൾ. ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രഖ്യാപിത നിലപാടുകളെ BJP ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ജയിലിൽ ഇരുന്ന് ഭരിക്കാമെന്ന് അരവിന്ദ് കെജ്രിവാൾ കരുതേണ്ട എന്നുള്ളതാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ, പ്രക്ഷേപണകാര്യമന്ത്രി, വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉള്ള സർക്കാരും ഒപ്പം തന്നെ BJPയും ഏതെങ്കിലും വിധത്തിൽ അതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത് അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. അത് രാജ്യത്തെ സംബന്ധിച്ച് അഥവാ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. ഡൽഹിയെ പോലെയുള്ള ഒരു സ്ഥലത്ത് അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാട്ടിയ അഴിമതികൾ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജയിലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസാക്കി മാറ്റാൻ അതിൽ വ്യവസ്ഥകളില്ല, അത് അംഗീകരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അതെല്ലാം ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതും ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അതിലൊന്നും ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞു പോകുന്നു എന്നതിലുപരി ഏതെങ്കിലും ഒരു അർത്ഥമുള്ള രീതിയിൽ പരിഗണിക്കേണ്ട എന്നും അദ്ദേഹം ഈ BJPയുടെ അഭിപ്രായമായി അറിയിച്ചു. തുടരുക. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക അറിയിച്ച് ജർമ്മനിക്ക് മറുപടിയുമായി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം വേണ്ടെന്നാണ് മുന്നറിയിപ്പ്. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം? ഇന്ത്യയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന നിലപാടാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് ഘട്ടത്തിലും ഇന്ത്യക്കുള്ളിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതികരണം ഏത് രാജ്യം നടത്തിയാലും, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയപ്പോഴും ഇന്ത്യ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ജർമ്മനി അടുത്ത സമയങ്ങളിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് ഈ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ഇന്ത്യ അവരെ അറിയിച്ചിരിക്കുന്നത് ആ പ്രതികരണത്തിൽ ഇന്ത്യ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് നിരീക്ഷണം നടത്താനോ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാനോ ഒരവകാശവും ഇല്ല. അത് ഞങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. അതിനെ ബഹുമാനിക്കാനായി എല്ലാവരും തയ്യാറാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളാകും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ള സൂചനയാണ് രാജ്യം നൽകിയിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വാർത്തകളിലെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അരുണാചൽ പ്രദേശ് നിയമസഭയിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 6 കോൺഗ്രസ് വിമതരും രാജിവെച്ച 3 സ്വതന്ത്രരും BJPയിൽ ചേർന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. അച്യുതൻ നൽകും വിശദാംശങ്ങൾ. അച്യുതൻ, കേവല ഭൂരിപക്ഷത്തെക്കാൾ ഒരു 5 സീറ്റിന്റെ മുൻതൂക്കം മാത്രമുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. അപ്പോൾ ഈ 9 പേരുടെ BJPയിലേക്കുള്ള പോക്ക് സർക്കാരിന്റെ തന്നെ ഭാവി അനിശ്ചിതത്വത്തിലാക്കത്തില്ലേ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് 6 മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ? ഗോകുൽ, തീർച്ചയായിട്ടും ആ നീക്കമാണ് BJP കാണുന്നത്. കാരണം ഈ 9 MLA-മാര്, അതായത് 6 കോൺഗ്രസിന്റെ MLA-മാരെ ഇപ്പോൾ അയോഗ്യത നേരിട്ടിരിക്കുന്നു. അവരെ ഇപ്പോൾ BJP ഒപ്പം നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ രാജിവെച്ച 3 സ്വതന്ത്ര MLA-മാരും ഇന്ന് ഉച്ചയോടുകൂടി BJPയിൽ ചേർന്നു. അങ്ങനെ 9 പേരാണ് BJPയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്തിയത്. ഇത് കൃത്യമായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 9 ഇടങ്ങളിലും BJPക്ക് ഒരു വിജയം നേടുവാനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ്. കാരണം ഈ 9 ഇടങ്ങളിലും BJPക്ക് അനുകൂലമായ ഒരു വിജയം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് BJPക്ക് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള വഴികളും തുറക്കും. അതുകൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഈ 9 സീറ്റുകളും അവരുടെ കൈക്കുള്ളിൽ നിർത്തുവാനുള്ള നീക്കങ്ങൾ കൂടി നടത്തിയിരിക്കുകയാണ്. കാരണം ഈ വിമതരായിട്ടുള്ള 6 പേരെയും അയോഗ്യരാക്കിയത് അത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പാർട്ടി കടന്നത്. സ്പീക്കർ അടിയന്തരമായി തന്നെ അയോഗ്യത നൽകുകയായിരുന്നു ചെയ്തത്. പക്ഷേ അവർ സുപ്രീം കോടതിയിൽ പോയെങ്കിലും അവിടെയും തിരിച്ചടിയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗസംഖ്യ എന്നുള്ളത് 40-ൽ നിന്ന് 34-ആയി കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ 9 ഇടങ്ങളിലും ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന. ശരി അച്യുതൻ, ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന 6 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ വിധി കൂടി നിർണ്ണയിക്കുന്നതാകും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അജീഷ് ജയകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അജീഷ്, വീണ്ടും ടിപ്പർ അപകടമുണ്ടാകുന്നു. എന്താണ് അപകടത്തിന്റെ സാഹചര്യം? ഇയാളുടെ ആരോഗ്യനില എങ്ങനെ? ഗൂഗിൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കാട്ടാക്കടയിൽ നിന്ന് പൂവച്ചലിലേക്ക് പോകുന്ന വഴി നക്രാഞ്ചിറയിൽ വെച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികരനെ ഈ ടിപ്പർ ഇടിച്ച ശേഷം ഏറെ ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പിന്നീട് ടിപ്പർ നിർത്തി യാത്രക്കാരന്റെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്.
ഇദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേറ്റ് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. തലസ്ഥാനത്ത് തന്നെ ഈ അടുത്തിടെ ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ ടിപ്പർ അപകടമാണിത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞത്ത് അനന്തു എന്ന 26-കാരന്റെ ജീവൻ നഷ്ടമായതും ഇതേപോലൊരു ടിപ്പർ അപകടത്തിലായിരുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസം പനവിള ജംഗ്ഷനിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു സ്കൂട്ടർ യാത്രികരന്റെ ദേഹത്ത് കൂടി ടിപ്പർ കയറി ഇറങ്ങി ജീവൻ നഷ്ടമായി. അങ്ങനെ തലസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ ടിപ്പർ അപകടമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വെച്ച് നക്രാഞ്ചിറയിൽ സ്കൂട്ടർ യാത്രികരനെ ടിപ്പർ ഇടിച്ച് തെറിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യാത്രികനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്താണ് കാട്ടാക്കടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ. കാലിന് ഗുരുതരമായി പരിക്കുണ്ടായിരുന്നതാണ് അജീഷ് ജയകുമാർ നൽകുന്ന വിവരം. ഇനി റംസാൻ വാർത്തകളിലേക്കാണ്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പുതുറ വിഭവങ്ങൾ വിൽക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അക്കൂട്ടത്തിൽ ചില കുട്ടിക്കച്ചവടക്കാരുമുണ്ട്. കോഴിക്കോട് പുത്തൂർ മഠത്തെ കുട്ടിക്കച്ചവടക്കാരെ പരിചയപ്പെടാം. ഉച്ച കഴിഞ്ഞാൽ ഷാദിയും സഹോദരി ഹാദിയയും തിരക്കിലായിരിക്കും. നോമ്പുതുറ വിഭവങ്ങൾ വിൽപ്പന നടത്താനുള്ള തിരക്ക്. സമൂസ, കട്ട്ലറ്റ് തുടങ്ങിയ പലഹാരങ്ങളുമായി കുടയും ചൂടി ആവശ്യക്കാരെ കാത്തുള്ള ഇരിപ്പ്. പുത്തൂർ മഠം AM UP സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനാണ് ഷാദി. നമ്മൾ സ്കൂൾ 4:30 വിടല്. അപ്പോൾ നമ്മൾ 4:50 ഇരിക്കല്. നോമ്പിന് പരീക്ഷ ആയിക്കൊണ്ട് വേഗം കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ തുടങ്ങിയ. 2ാം ക്ലാസ്സിലാണ് ഹാദിയ പഠിക്കുന്നത്. കട്ട്ലേറ്റ്, സമൂസ, ഇടയ്ക്കിടയ്ക്ക് ഉന്നക്കായ അങ്ങനത്തെ വെക്കും. 10, 15 അങ്ങനെ ആ 2 വിലക്കുള്ളത്. ഒഴിവു സമയം വെറുതെ കളയാതെ സമ്പാദ്യമാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ. ആവശ്യക്കാരും ഏറെയുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണ്. പിന്നെ മക്കൾ ഇവിടുന്ന് തീരുമ്പോൾ അപ്പം തന്നെ പാത്രവും കൊണ്ട് പോണ കാണാം. അപ്പോൾ ചൂടുള്ള സാധനമാണ് നമുക്ക് കൊണ്ടുതരുന്നത്. കുട്ടികളുടെ പ്രോത്സാഹനം നോമ്പ് ഈ വെയിലുകൊണ്ടിട്ട് നിങ്ങൾ വെച്ച് ചെയ്യണ്ടല്ലോ, അതിനൊരു അഭിമാനമാണ്. കുറെ പിടിച്ചിട്ട് എന്താ ചെയ്യുക, നോമ്പ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യണത്. പുത്തൂർ മഠം സ്വദേശികളായ യൂസുഫ്, താഹിറ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷിതാക്കളാണ് പലഹാരങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. മഗ്രിബ് ബാങ്കിന് ഏറെ മുമ്പ് തന്നെ പലഹാരങ്ങൾ തീരും. പിന്നീട് കുഞ്ഞു സമ്പാദ്യവുമായി മടക്കം. ഇതാണ് ഇവരുടെ പതിവ്. കോഴിക്കോട് നിന്ന് മനു ദാമോദറിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.